Hi all, welcome to the class. Today we are going to discuss a small topic in the subject mechanics of machinery. Today's topic is epicyclic gear train problems and differential gear. First of all, we will start with a planetary gear train problem. We have already done two planetary gear train problem in our last video, and this is another example of planetary gear train problem. In the epicyclic gear train shown in figure, arm A is fixed to the shaft S and wheel B is free to rotate on S. F is separately driven. A receives 7.5 kilowatt at 200 rpm and F is driven in the same direction as 100 rpm. Determine the speed of gear B and C. In the figure, B is the driving gear which is mounted on shaft S, and there is a meshing with gear C and B, and C and F having another meshing. There are two similar gears. C is having 30 teeth, thus having 2 1, and this will be engaged with F. Okay, this is the figure given, and the given data are arm speed. This is the arm speed is given as 200 rpm, and F speed of NLS. This is known as NLS. Outside gear is known as NLS. NLS having 100 rpm, and power received at arm is given as 7.5 kilowatt. Here the power requirement of power is not mandatory. We are not using this term power, so don't get afraid. So first of all, we need to do table or tabular method. For that, I am preparing a table in which there will be 3 rows as usual, and column will be depending upon how many gears. In first column, speed of arm should be mentioned, and second column you can mention any gear. Here I am mentioning F because F is given, NF is given as 100 rpm, so I am taking second column as NF, and then you need to mark the next speed of the gear which is connected with the second column. That's the important thing. That is, F and C are in engaged position, so next column must be NC, and another column must be the gear which is engaged with this gear. This is the format to be followed for the calculation of speed in an epicyclic gear train. Let's ശ്രദ്ധിക്കുക. നമുക്ക് ടാബുലർ മെത്തേഡിലാണ് എപ്പിസൈക്ലിക് പ്രോബ്ലംസ് എല്ലാം തന്നെ ചെയ്യുക. അതിന് 3 റോസാണ് നോർമലി ഉണ്ടാവുക. ആ 3 റോസ് 1 2 3 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ ആം ഫിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഗിയറിന് ഒരു റവല്യൂഷൻ കൊടുക്കണം, +1 റവല്യൂഷൻ കൊടുക്കണം. രണ്ടാമത്തെ റോയിൽ പറയുന്നത് മൾട്ടിപ്ലൈ ഓൾ ദ ടേംസ് വിത്ത് എക്സ്. അത്രയും ചിന്തിച്ചാൽ മതി. ഏതൊക്കെ ടേം ഉണ്ടോ മുകളിൽ തന്നിരിക്കുന്നത് അതിനെല്ലാം തന്നെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് സെക്കൻഡ് ടേം. ആൻഡ് തേർഡ് ടേം ഇസ് ദ അഡീഷൻ ഓഫ് വൈ ടു ഓൾ ടേം. ഈ 3 കാര്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാവണം. നോർമലി ആദ്യം ആം ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമിൻ്റെ പൊസിഷൻ ഇതേ പൊസിഷനിൽ തന്നെ നിൽക്കുക, അഥവാ സാധാരണ സിമ്പിൾ ഗിയർ ട്രെയിനിൻ്റെ പ്രോബ്ലമായി മാറും. ആം 0 ആയിക്കഴിഞ്ഞാൽ, സ്പീഡ് ഓഫ് ആം 0 ആയിക്കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ ആദ്യം എടുക്കുന്ന സമയത്ത് ആദ്യത്തെ കോളത്തിൽ മാർക്ക് ചെയ്യേണ്ടത് ആമിൻ്റെ സ്പീഡാണ്. രണ്ടാമത്തെ കോളത്തിൽ ഏത് സ്പീഡ് വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഏറ്റവും ബെറ്റർ തന്നിരിക്കുന്ന സ്പീഡായിരിക്കും. ഇവിടെ ഇപ്പോൾ NF = 100 എന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് കോളത്തിന് NF എന്ന് മാർക്ക് ചെയ്യുകയാണ്. തേർഡ് കോളം NFുമായിട്ട് അഥവാ F എന്ന് പറയുന്ന ഗിയറുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ഗിയറിനെ ആയിരിക്കണം മൂന്നാമത്തെ കോളത്തിൽ ഉണ്ടാവേണ്ടത്. F എന്നുള്ള ചിത്രം നോക്കുക. F ആയിട്ട് കണക്ഷൻ വരുന്നത് C എന്ന് പറയുന്ന ഗിയറാണ്. അതുകൊണ്ട് C എന്നുള്ളതാണ് അടുത്ത കോളം വരിക.
എൻ സി എന്ന് പറയുന്നത് സീൻ്റെ സ്പീഡാണ്. സിയുമായിട്ട് എൻഗേജ് ചെയ്യുന്ന അടുത്ത ഗിയർ ഏതാണെന്ന് നോക്കുക, അതായിരിക്കും അടുത്ത കോളം. ഇവിടെ നോക്കിയാൽ സി ആയിട്ട് എൻഗേജ് ചെയ്യുന്ന അടുത്ത കോളമാണ് ബി. ഓക്കെ, അങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കാം. ആദ്യം ആം എ ഇസ് ഫിക്സഡ് എന്ന് പറഞ്ഞു, സോ എൻ എ ഷുഡ് ബി 0 ആൻഡ് rotate the gear F through a +1 revolution, so I am giving +1 for NF, and then we need to calculate NC. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എഫും സിയും തമ്മിൽ എൻഗേജ്മെൻറ്റിലാണ്. ബാക്കി എല്ലാ കേസിലും നമ്മൾ ഇതുവരെ എക്സ്റ്റേണൽ ഗിയേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എഫും സിയും എക്സ്റ്റേണൽ ഗിയേഴ്സ് അല്ല, കാരണം എഫിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ടീത്ത് വരുന്നത്, ഉൾഭാഗത്തായിട്ടാണ് സി എന്നുള്ളത് എൻഗേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിൻ്റെയും എഫിൻ്റെയും മോഷൻ ഡയറക്ഷൻ സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എൻ സി മൈനസ് എൻ സി ബൈ എൻ എഫ് ഈക്വൽ ടു ടി എഫ് ബൈ ടി സി. ഇത് നമുക്ക് ഗിയർ റേഷ്യോ അറിയാം. എൻ സി ഈക്വൽ ടു എൻ എഫ് ഇൻറ്റു ടി എഫ് ബൈ ടി സി. എക്സ്റ്റേണൽ ഗിയേഴ്സ് ആണെങ്കിൽ ഇവിടെ ഒരു മൈനസ് വരും, ഇൻറ്റേർണൽ ഗിയേഴ്സ് ആണെങ്കിൽ മൈനസ് ഉണ്ടാവില്ല. നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ ഇവിടെ ഒരു മൈനസ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം രണ്ട് ഗിയറും രണ്ട് സൈഡിലേക്കാണ് കറങ്ങുക. പക്ഷേ ഈ എൻ സി ഏത് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നോ സെയിം ഡയറക്ഷനിലായിരിക്കും എഫ് റൊട്ടേറ്റ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ എൻ സി ഈക്വൽ ടു എൻ എഫ് ഇൻറ്റു ടി എഫ് ബൈ ടി സി എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഫൈനലി എൻ എഫിൻ്റെ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ സി ഈക്വൽ ടു ടി എഫ് ബൈ ടി സി എന്ന് കിട്ടും. ഇനിയിപ്പം നമുക്ക് കണ്ടത് എൻ ബി ആണ്. എൻ ബിയും എൻ സിയും എക്സ്റ്റേണൽ ഗിയേഴ്സ് ആണ്. നോക്കുക, എൻ ബിൻ്റെ കംപ്ലീറ്റ്ലി ബി എന്ന് പറയുന്ന ഗിയറിൻ്റെ കംപ്ലീറ്റ്ലി പുറത്താണ് സി എന്ന് പറയുന്ന ഗിയർ. അതുകൊണ്ട് ഇത് രണ്ടും എക്സ്റ്റേണൽ ഗിയേഴ്സ് ആണ്. എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ ബി ബൈ എൻ സി ഈക്വൽ ടു ടി സി ബൈ ടി ബി കിട്ടും. അതൊന്നും കൂടി മാറ്റി എഴുതിയാൽ എൻ ബി ഈക്വൽ ടു മൈനസ് എൻ സി ഇൻറ്റു ടി സി ബൈ ടി ബി. ശ്രദ്ധിക്കുക, മൈനസ് എൻ സി. അതിന് കാരണം രണ്ട് ഗിയറിൻ്റെയും റൊട്ടേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു മൈനസ് വേണം. ഇൻറ്റേർണൽ ഗിയേഴ്സിൽ അങ്ങനെ ഉണ്ടാവില്ല. അതാണ് ഇൻറ്റേർണൽ ഗിയറും എക്സ്റ്റേണൽ ഗിയറും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഒരേ പ്രോബ്ലത്തിൽ വരുന്നതുകൊണ്ട് പഠിക്കാൻ എളുപ്പമാണ്. ഇനി നമുക്ക് ഇവിടെ ഇപ്പം എൻ ബി ഈക്വൽ ടു മൈനസ് എൻ സി ഇൻറ്റു ടി സി ബൈ ടി ബി എന്നറിയാം. അതുകൊണ്ട് എൻ സി എന്നുള്ളത് ഓൾറെഡി നമുക്ക് കിട്ടുകയാണ്. എൻ സി എന്ന് പറഞ്ഞാൽ ടി എഫ് ബൈ ടി സി ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എൻ ബി ഈക്വൽ ടു മൈനസ് എൻ എഫ് ടി എഫ് ബൈ ടി സി ഇൻറ്റു ടി സി ബൈ ടി ബി, വേർ എൻ എഫ് എന്നുള്ളത് 1 ആണ് നമ്മൾ കൊടുക്കേണ്ട. ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിയും സിയും ക്യാൻസലായി പോകും. എൻ ബി ഈക്വൽ ടു മൈനസ് ടി എഫ് ബൈ ടി ബി. ഇതാണ് എൻ ബിൻ്റെ ഫൈനൽ ഇക്വേഷൻ വരിക. അടുത്ത സ്റ്റെപ്പിൽ എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ബൈ എക്സ് ചെയ്താൽ മതി. 0 ഇൻറ്റു എക്സ് 0 വരും, 0 ഇൻറ്റു 1 എക്സ് ഇൻറ്റു 1 എക്സ് വരും. അതേപോലെ ടി എഫ് ബൈ ടി സി ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഇതായിരിക്കും. അതേപോലെ മൈനസ് ടി എഫ് ബൈ ടി ബി ഇൻറ്റു എക്സ് ചെയ്താൽ ഫൈനൽ വാല്യൂ മൈനസ് എക്സ് ഇൻറ്റു ടി എഫ് ബൈ ടി ബി വരും. എല്ലാ ടേമിനും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും വൈ കൊണ്ട് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്താൽ എൻ എ വിൽ ബിക്കം വൈ, എൻ എഫ് വിൽ ബിക്കം എക്സ് പ്ലസ് വൈ ഓർ വൈ പ്ലസ് എക്സ്, ദെൻ വൈ പ്ലസ് എക്സ് ടി എഫ് ബൈ ടി സി. ഫൈനൽ ടേം വിൽ ബി വൈ മൈനസ് എക്സ് ടി എഫ് ബൈ ടി ബി. ഡീറ്റെയിൽ ആയി പറയുന്നില്ല, ഓൾറെഡി നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. അന്നേരം ഇപ്പം ടേബിൾ നമുക്കിപ്പോൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റി. ഇനി നമുക്ക് വേണ്ടത് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കലാണ്. എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഏണ്ടത് തന്നിട്ടുണ്ട്. ഏണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഈക്വൽ ടു 200 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈ വിൽ ബിക്കം 200 എന്ന് കിട്ടും. അതുപോലെ എൻ എഫ് ഈക്വൽ ടു 100 തന്നിട്ടുണ്ട്. എൻ എഫിൻ്റെ ഫൈനൽ ഇക്വേഷൻ വൈ പ്ലസ് എക്സ് ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 100 മൈനസ് വൈ വരും. വൈ എന്നുള്ളത് 200 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു മൈനസ് 100 എന്ന് കിട്ടും. നമ്മളോടിപ്പോൾ കാണാൻ പറഞ്ഞത് ബിൻ്റെയും സിൻ്റെയും സ്പീഡാണ്. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഇൻ ദീസ് ഇക്വേഷൻസ്. ആദ്യം നമുക്ക് എൻ സി കാണാം. എൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇതായിരുന്നു, വൈ പ്ലസ് എക്സ് ഇൻറ്റു ടി എഫ് ബൈ ടി സി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈൻ്റെ വാല്യൂ 200, എക്സിൻ്റെ വാല്യൂ -100 ആൻഡ് ഫൈനൽ വാല്യൂ വിൽ ബി -200 RPM.
അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലോക്ക് വൈസ് എടുക്കാം. നേരത്തെ ക്വസ്റ്റ്യനിൽ തരുന്ന സമയത്ത് 200 100 ഇൻ സെയിം ഡയറക്ഷനേ പറഞ്ഞിട്ടുള്ളൂ. അത് രണ്ടും ഞാൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് അസ്യൂം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അത് പറയാൻ വിട്ടുപോയതാണ്, ശ്രദ്ധിക്കുക. അതേപോലെ NBയും കണ്ടുപിടിക്കുക. പോസിറ്റീവ് വരുന്നുണ്ടെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസും, നെഗറ്റീവാണ് വരുന്നതെങ്കിൽ ക്ലോക്ക് വൈസും ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ സ്പീഡെല്ലാം കണ്ടുപിടിച്ചു. ഇനി അടുത്തത് പോകുന്നത് ഇതേപോലത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ ഓരോന്നായി ചെയ്തു നോക്കുക. ഇനി പക്ഷേ നമുക്ക് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിലെ ടോർക്ക് ട്രാൻസ്മിഷൻ പറയണം. അതിനുവേണ്ടി നമുക്ക് ടോർക്കിലേക്ക് പോവാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു അനലിറ്റിക്കൽ മെത്തേഡാണ്. ഈ മെത്തേഡിൽ 2 അസംഷൻസ് നമ്മൾ വെക്കുന്നുണ്ട്. ദാറ്റ്സ് 2 അസംഷൻസ് ആർ: all wheels of gear train rotate at uniform speed, that is acceleration are not involved. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈച്ച് വീൽ ഈസ് ഇക്വലിബ്രിയം അണ്ടർ ദ കണ്ടീഷൻ ഓഫ് ടോർക്ക് ആക്ടിങ് ഓൺ ഇറ്റ്. ഈ 2 കണ്ടീഷൻസ് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ് പവർ ലോസ് ഡ്യൂ ടു ഗിയർ ട്രെയിൻ ഷുഡ് ബി 0. അല്ലെങ്കിൽ നെറ്റ് ഒരു ഇൻപുട്ട് കൊടുക്കുന്ന അതിൻ്റെ പവർ ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു അസംഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഇറ്റ് ഈസ് ദ ആൾജിബ്രിക് സം ഓഫ് ടോട്ടൽ ടോർക്ക് ഷുഡ് ബി 0 എന്നാണ്. അതായത് നമ്മളൊരു സൺ ഗിയർ എസും ആം സ്മോൾ എയും അതുപോലെ തന്നെ പിനിയൻ പിയും ഒരു അനലസ് ക്യാപിറ്റൽ എയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് TS പ്ലസ് TA പ്ലസ് TP പ്ലസ് TA ഷുഡ് ബി 0. എല്ലാ ഗിയേഴ്സിൻ്റെയും ടോർക്കിൻ്റെ സമ്മ് 0 ആയിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഓൾറെഡി എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൽ T എന്നുള്ളൊരു ടേം ടീത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതും തമ്മിൽ കൺഫ്യൂഷൻ ആവണ്ട. ഞാൻ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ Tക്ക് പകരം ഞാൻ യൂസ് ചെയ്യുമ്പോൾ ടോർക്കിന് ഞാൻ M എന്നുള്ളത് ടേണിംഗ് മൂമെൻറ്റ് എന്നാണ് ടോർക്കിൻ്റെ എക്സ്പാൻഷൻ. അതുകൊണ്ട് തന്നെ ടേണിംഗ് മൂമെൻറ്റ് എന്നുള്ള M ആണ് ഞാൻ നൊട്ടേഷനായിട്ട് എടുത്തിരിക്കുന്നത്. ആരും കൺഫ്യൂഷൻ ആവരുത്. M എന്ന് പറഞ്ഞാൽ ടോർക്കാണ് ഈ പ്രോബ്ലത്തിൽ. ഇതതിൻ്റെ എക്സ്പാൻഷൻസ് ആണ്. അതിൻ്റെ അകത്ത് ഏതൊക്കെ ടീത്ത് എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് നല്ല റീഡ് ചെയ്ത് നോക്കുക. ഞാനിത് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ അകത്തൊരു സൺ ഗിയർ നടുക്കുണ്ടാവും. ആ സൺ ഗിയറുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു പിനിയൻ ഉണ്ടാവും. പിനിയനുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു അനലസ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ പിനിയനെയും സൺ ഗിയറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വിധത്തിൽ ഒരു സൺ ഗിയറിനെ വേണമെന്നില്ല, പിനിയനെയും പുറത്തേക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന വിധത്തിൽ ഒരു ആമും ഉണ്ടാവും. ആ ആമും എല്ലാം വെച്ചിട്ടുള്ള അറേഞ്ച്മെൻറ്റിൻ്റെ എക്സ്പാൻഷനാണ് ഈ തന്നിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പവർ ലോസ് ഉണ്ടാവില്ല എന്ന് ഞാൻ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമായിരുന്നു, അൺലെസ് ഈസ് ഐദർ ലോക്ക്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ ടോർക്ക് ഓർ ട്രാൻസ്മിറ്റിംഗ് ടോർക്ക് ഐദർ ടു ഓർ ഫ്രം ദ സിസ്റ്റം ത്രൂ എക്സ്റ്റേണൽ ടീത്ത്. ഇഫ് അനലസ് എ, നമ്മൾ ടോപ്പിൽ തന്നിരിക്കുന്ന അനലസ് ഫിക്സഡ് ഇതാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതില്ലെങ്കിൽ അനലസ് എപ്പോഴും ഒരു ബ്രേക്കിംഗ് ടോർക്കായിട്ടാണ് വർക്ക് ചെയ്യുക എന്നുള്ളതും കൂടി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അതുപോലെ TSഉം സ്മോൾ TA ആണ് നമുക്ക് ഡ്രൈവിങ്ങും ഡ്രിവണും വരിക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം, ഏത് വേണമെങ്കിലും ആവാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പവർ ലോസ് ഈ ടോർക്ക് എല്ലാം തന്നെ ആൾജിബ്രിക് സമ്മാന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഇപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വിട്ടുപോയതാണ്. ഇപ്പം TS പ്ലസ് T സ്മോൾ a പ്ലസ് TP പ്ലസ് TA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TP എന്ന് പറയുന്നത് ഷാഫ്റ്റിനും അനലസിനും ഇടയിലുള്ള ഒരു ഗിയർ ആണെങ്കിൽ അതിനിപ്പോൾ എക്സ്റ്റേണലായിട്ട് യാതൊരു കണക്ഷനും ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ടോർക്ക് 0 ആയിട്ട് എടുക്കാം. ഓക്കെ, അത് നമ്മളിവിടെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീലും ഇക്വലിബ്രിയം കണ്ടീഷനാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണലുമായിട്ട് യാതൊരു ടച്ചിങ്ങും വരാത്ത ഗിയേഴ്സിൻ്റെ ടോർക്ക് നമുക്ക് 0 എന്ന് എടുക്കാൻ പറ്റും. അത് ഞാൻ പ്രോബ്ലം വരുമ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അതിപ്പോൾ ഫൈനലി ഉള്ളത് TS പ്ലസ്, ആക്ച്വലി ഇത് സ്മോൾ a ആണ്, TS NS പ്ലസ് TE സ്മോൾ a NA പ്ലസ് ക്യാപിറ്റൽ TA ക്യാപിറ്റൽ NA ഈക്വൽ ടു 0. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പവറിൻ്റെ ഇക്വേഷനാണ്. പവറിൻ്റെ ഇക്വേഷൻ 2πn/60 ആയിരുന്നു.
2πn/60 ഇൻറ്റു ടി, അഥവാ 2πn/60ൻ്റെ അത് 2π എന്നുള്ളത് ഒരു കോമൺ ടേമാണ്. അത് നമുക്ക് എല്ലാ ടേംസിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഫൈനൽ ഇക്വേഷൻ, ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. ടോർക്ക് കണ്ടുപിടിക്കുന്ന സമയത്തിൽ എല്ലാ ടോർക്കിൻ്റെ സമ്മും ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ എല്ലാ ടി ഇൻറ്റു എൻ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇത് രണ്ടും നമ്മളെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, അനലസ് ഫിക്സഡ് ആണെങ്കിൽ, അനലസ് എന്ന് പറഞ്ഞാൽ ടോപ്പിലുള്ള ഗിയർ ഫിക്സഡ് ആണെങ്കിൽ അതിൻ്റെ സ്പീഡ് 0 ആയി പോകും. അതുകൊണ്ട് തന്നെ ഈ ടേം ഉണ്ടാവില്ല. അതുകൊണ്ട് ഫൈനൽ ഇക്വേഷൻ വിൽ ബി TS + ടി സ്മോൾ എ ആണ്, ഇത് ആമാണ്, അത് നൊട്ടേഷൻ എഴുതിയപ്പോൾ മാറിപ്പോയി, സോറി. ടി സ്മോൾ എ എൻ സ്മോൾ എ ഈക്വൽ ടു 0 വരും. നമുക്ക് ശരിക്കും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. Figure shows an epicyclic gear train. Pinion A has 15 teeth, is rigidly fixed to motor shaft. The wheel B has 20 teeth and gears with A. Gears എന്ന് പറഞ്ഞാൽ മെഷിംഗ് ആണ്, മെഷിംഗ് വിത്ത് A. And also with annular fixed wheel E. ശ്രദ്ധിക്കുക, ആനുലാർ ഫിക്സഡ് വീലാണ് ഇ, അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇതും കൂടി ഏത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ ഇ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിനിയൻ സി ഹാസ് 15 ടീത്ത് ആൻഡ് ഈസ് ഇൻ്റഗ്രൽ വിത്ത് ബി, വേർ ബി ആൻഡ് സി ബീയിങ് എ കോമ്പൗണ്ട് വീൽ, ദ ഗിയർ മെഷ് വിത്ത് ആനുലാർ വീൽ ഡി, വിച്ച് ഈസ് കീഡ് ടു മെഷീൻ ഷാഫ്റ്റ്. The arm rotates about same shaft same shaft on which A is fixed and carries a compound wheel B, C if the motor run at 1000 rpm. Find the speed of machine shaft. Find torque exerted on machine shaft if the motor develops torque 100 Newton meter. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും. ചിത്രം ശരിക്കും ശ്രദ്ധിക്കുക. മോട്ടോർ ഷാഫ്റ്റിൻ്റെ സെൻറ്ററിലാണ് ഉണ്ടാവുക, അതിൻ്റെ മുകളിലാണ് എ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ എയുമായിട്ട് ഡയറക്റ്റായിട്ട് മെഷീനിൽ വരുന്നതാണ് ബി എന്ന് പറയുന്ന ഗിയർ. ആ ബിയുടെ സെൻറ്ററിലേക്ക് ഒരു ആം വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബിയും ആനുലാർ അഥവാ അനലസ് ഇയുമായിട്ട് തമ്മിൽ ഒരു ഇൻറ്റേർണൽ ഗിയർ മെഷീൻ ഉണ്ട്. അതേപോലെ ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും ഒരേ ഷാഫ്റ്റിൻ്റെ മുകളിലാണ്. കോമ്പൗണ്ട് ഗിയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരേ ഷാഫ്റ്റിലാണ്, അഥവാ ബീൻ്റെ അതേ സ്പീഡായിരിക്കും സിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അതിൻ്റെ സെയിം ഡയറക്ഷനിലാണ്. ഇവിടെ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, സെൻറ്ററിൽ അപ്പുറത്തെ സൈഡിലായതുകൊണ്ട് ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ സിയും ഡിയും തമ്മിൽ ഒരു ഒരു ഇൻറ്റേർണൽ ഗിയർ മെക്കാനിസം ഉണ്ട്. അതുപോലെ ഡി എന്ന് പറയുന്നതാണ് മെഷീൻ ഷാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും വായിച്ച് നോക്കുക. മെഷ് വിത്ത് ആനുലാർ വീൽ ഡി വിച്ച് ഈസ് കീഡ് ടു ദ മെഷീൻ ഷാഫ്റ്റ്. അഥവാ നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിയിലുണ്ടാവുന്ന ടോർക്കും ഇൻപുട്ട് എന്ന് പറയുന്നത് ഷാഫ്റ്റ് അല്ലെങ്കിൽ എയിലുണ്ടാവുന്ന ടോർക്കുമാണ്. ഇത് രണ്ടും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും ശ്രദ്ധിക്കുക. പിന്നെ ഷാഫ്റ്റിൻ്റെ ടോർക്ക് തന്നിട്ടുണ്ട് 100 Newton മീറ്ററാണ്. എൻ്റെ ടീത്ത് തന്നിട്ടുണ്ട്. എൻ്റെ ടീത്തിൻ്റെ എണ്ണം 15 ആണ്, ബീൻ്റെത് 20 ആണ്, സീൻ്റെത് 25 ആണ്. ഡീൻ്റെ ടീത്തും ഈൻ്റെ ടീത്തും തന്നിട്ടില്ല. ആദ്യം നമുക്ക് ടീത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ടീത്ത് എല്ലാം തന്നെ തന്നുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഈ പ്രോബ്ലത്തിൽ ഈൻ്റെ ടീത്തിൻ്റെ എണ്ണവും ഡീൻ്റെ ടീത്തിൻ്റെ എണ്ണവും നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കണം. അതുപോലെ ഇതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, NA = 1000 rpm എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, NE വീൽ അനലസ് ഈ ഈസ് എ ഫിക്സഡ് വീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈൻ്റെ സ്പീഡ് 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ടീത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഇതൊന്നും കൂടി നല്ല രീതിയിൽ ചിത്രം വരക്കുകയാണ്. എ എന്നുള്ളത് നമ്മളുടെ മോട്ടറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. എയും ബിയും തമ്മിൽ ഡയറക്റ്റ് മെഷിംഗ് ആണ്. ഈ ചിത്രം നോക്കുക, ആ ബിയും എയും തമ്മിൽ ഒരു ആം വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടാണ്ട് ബിയും ഇയും തമ്മിൽ ഒരു അനലസ്, ഒരു ഇൻറ്റേർണൽ ഗിയർ ബന്ധമാണ്. ഇ എന്ന് പറയുന്നത് വലിയ ഗിയറാണ്, ഇവിടം വരെയുള്ള വലിയ ഗിയറാണ് ഇ എന്ന് പറയുന്നത്. അതുപോലെ ബീൻ്റെ അതേ ഷാഫ്റ്റിലാണ് സി, അതോ ഒരേ ഷാഫ്റ്റിലാണ് സി. ഇപ്പുറത്തെ സൈഡിൽ നോക്കുന്ന ചിത്രമാണ് ഇത്. അതുകൊണ്ട് തന്നെ സി എന്നുള്ളത് ഡോട്ടഡ് ലൈനായിട്ട് കാണും.
സി എന്നുള്ളത് ഡി ആയിട്ട് എൻഗേജ് ചെയ്തിരിക്കുകയാണ്. ഡി എന്ന് പറയുന്നത് ഫുള്ളായിട്ടുണ്ട്, ഇവിടം വരെ ഉണ്ട്, ഒരു ഇൻറ്റേർണൽ ഗിയറാണ്. ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്, ഒരു എക്സ്റ്റേണൽ ഇവിടം വരെ അല്ല ഉള്ളത്. ഡി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തുടങ്ങിയാൽ ഇപ്പുറത്തെ സൈഡ് വരെയുണ്ട്, അത്രയും വലിയൊരു ഗിയറാണ് ഡി. ഓക്കെ, നമുക്ക് എൻ്റെ അകത്തു നിന്നുള്ള ടോർക്ക് ഡിയിൽ എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ആദ്യം ടീത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എൻ്റെ ടീത്തിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് കണ്ടുപിടിക്കുക ഇ ആണ്. ഓക്കെ, ചിത്രം തന്നെ നോക്കുക. ഈൻ്റെ ഗിയറിൻ്റെ ടീത്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മുതൽ ഈ എൻഡ് പോയിൻ്റ് വരെയുള്ളതായിരിക്കും അതിൻ്റെ റേഡിയസ്. എൻ്റെ സെൻറ്റർ അഥവാ ഇവിടുന്ന് മുതൽ ഔട്ട്സൈഡ് ഇടം വരെയുള്ളതായിരിക്കും അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുക. ആർ ഈസ് ഈക്വൽ ടു എത്ര വരുമോ നോക്കുക. ആർ ഈസ് ഈക്വൽ ടു സം ഓഫ് ആർ എ പ്ലസ് ഡി ബി ആയിരിക്കും. ചിത്രം ശരിക്കും നോക്കുക. ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇതിൻ്റെ എൻഡ് പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എ പ്ലസ് ഡയമീറ്റർ ഓഫ് ബി ആയിരിക്കും. അത് ഞാൻ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ആർ ഈസ് ഈക്വൽ ടു ആർ എ പ്ലസ് ഡി ബി വരും. ഡി ബി എന്നുള്ളത് നമുക്കറിയാം റേഡിയസ് ഇൻറ്റു 2 ആണ്. അതുകൊണ്ട് നമ്മൾ റേഡിയസിലേക്ക് മാറ്റുവാണ്. ആർ എ പ്ലസ് 2 ഇൻറ്റു ആർ ബി കിട്ടും. ഓൾറെഡി നമുക്ക് പിച്ച് സർക്കിൾ റേഡിയസ് തന്നാൽ അതിൻ്റെ നിന്ന് ടീത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്. എം ടി ബൈ 2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും എം ബൈ 2 ക്യാൻസൽ ആയി പോകും. ഫൈനൽ ഇക്വേഷൻ വിൽ ബി ടി ഇ ഈക്വൽ ടു ടി എ പ്ലസ് 2 ഇൻറ്റു ടി ബി. ഇനി എല്ലാത്തിലും ഈ സ്റ്റെപ്പ് എഴുതണമെന്നില്ല. ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ തന്നെ ആർ ഇ ഈക്വൽ ടു ആർ എ പ്ലസ് 2 ഇൻറ്റു ആർ ബി കിട്ടിയാൽ അതിൻ്റെ നിന്ന് ഡയറക്റ്റ് നമുക്ക് ടീത്തിൻ്റെ ഇക്വേഷൻ എഴുതാം. ടി ഈസ് ഈക്വൽ ടു ടി എ പ്ലസ് 2 ഇൻറ്റു ടി ബി. അതാണ് അതിൻ്റെ ഫോർമാറ്റ്. ടി എ 15 ആണെന്നും ടി ബി 20 ആണെന്ന് തന്നിട്ടുണ്ട്. അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൽ ടി ഇ കിട്ടും. ടി ഇ വിൽ ബി 55. അതായത് നമുക്കിപ്പം ടീത്ത് ഇ എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളത് ഡീൻ്റെ ടീത്താണ്. ഡീൻ്റെ ടീത്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാഹസികമായ കാര്യമാണ്. ഇവിടുന്ന് മുതൽ ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസാണ് വേണ്ടത്. ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. പിന്നെ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസാണ് കിട്ടേണ്ടത്. അഥവാ ഇവിടുന്ന് മുതൽ ഇവിടം വരെ ടി ബി ആണ്. ഇത് ടി ബിൻ്റെ റേഡിയസ് ആണ്. ഇവിടുന്ന് മുതൽ ഈ ജോയിൻ്റ് മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ടി ബി, ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇവിടം വരെയുള്ളത് സി ആണെന്നറിയാം. അത് തന്നെയാണ് ഇപ്പുറത്തെ സൈഡിലേക്കും വരിക. അതിനെക്കാട്ടിയും ബെറ്ററായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുക. ഇവിടുന്ന് മുതൽ ഫുൾ ഡിസ്റ്റൻസ് ടി ഇ ആണെന്ന് നമുക്കറിയാം അല്ലേ. അതിൻ്റെ അകത്തുനിന്ന് ഈ ചെറിയൊരു ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ പോരെ. ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇതിൻ്റെ എൻഡ് പോയിൻ്റ് വരെ ഇ ആണുള്ളത്. അതിൻ്റെ നിന്ന് ഈ ചെറിയ ഡിഫറൻസ് കുറച്ചാൽ മതി. അത് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ബി മൈനസ് ടി സി ആയിരിക്കും അല്ലേ. ചിത്രം നോക്കി മനസ്സിലാക്കുക. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ആർ ഡി ഈക്വൽ ടു ആർ ഇ ടോട്ടൽ റേഡിയസ് മൈനസ് ആർ ബി മൈനസ് ആർ സി, അതായിരിക്കും ഈ ഡിസ്റ്റൻസ്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതായത് നമ്മളെ ഫൈനൽ ഇക്വേഷൻ വിൽ ബി ആർ ഡി ഈക്വൽ ടു ആർ ഇ മൈനസ് ആർ ബി മൈനസ് ആർ സി. അതിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ പിച്ച് സർക്കിൾ റേഡിയസിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് മാറ്റി എഴുതാം. ടി ഡി ഈക്വൽ ടു ടി ഇ മൈനസ് ടി ബി മൈനസ് ടി സി. എല്ലാ വാല്യൂസും ടി ഇ ഈക്വൽ ടു 55 എന്നറിയാം, ടി ബി ഈക്വൽ ടു 20 എന്നറിയാം, ടി സി ഈക്വൽ ടു 15 എന്നറിയാം. സോ ടി ഡി ഈക്വൽ ടു 15 കിട്ടും. ഇപ്പം എല്ലാ ടീത്തും കിട്ടി. അടുത്ത സ്റ്റെപ്പ് ടേബിൾ ഫോർമേഷനാണ്. നമ്മൾ ഓൾറെഡി ചെയ്തതായതുകൊണ്ട് ഞാൻ ആ ടേബിൾ ഫുള്ളായിട്ട് വരച്ചിട്ടുണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നോക്കുക. ഇപ്പോൾ ആമിന് എന്താണ് സ്പീഡും തരാത്തതുകൊണ്ട് ഞാൻ സ്മോൾ എണ്ണയും എടുത്തിട്ടുണ്ട്. കാരണം ക്യാപിറ്റൽ എണ്ണ എടുക്കാൻ കഴിയില്ല. ക്യാപിറ്റൽ എണ്ണ എന്നുള്ളത് നമ്മളുടെ ഒരു ഗിയറിൻ്റെ പേരാണ്. അതുപോലെ ബിൻ്റെയും സിൻ്റെയും സ്പീഡ് ഈക്വൽ ആയിരിക്കും. കാരണം ബിയും സിയും ഒരേ ഷാഫ്റ്റിലാണ്, കോമ്പൗണ്ട് ഗിയറാണ്. അതുകൊണ്ട് നമുക്ക് 2 ടേബിളായിട്ട് വരക്കണമെന്നില്ല. 2 ടേബിളായിട്ട് വരച്ചാലും കുഴപ്പമില്ല. പിന്നെ അടുത്തത് വരുന്നത് സിയുമായിട്ട് എൻഗേജ് ചെയ്തിരിക്കുന്ന ഡി ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സിയുമായിട്ട് എൻഗേജ് ചെയ്തിരിക്കുന്ന ഡി എടുത്തിട്ടുണ്ട്. അതേപോലെ
ബിയുമായിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള യു എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് രണ്ടും അടുത്ത രണ്ട് ടീത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വേറെ സ്പീഡൊന്നും കിട്ടാനില്ല. റോ വൈസ് എല്ലാം തന്നെ കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാം. ആദ്യം ആമിൻ്റെ സ്പീഡ് നമുക്ക് 0 എന്ന് കൊടുക്കണം. സോ ആം സ്പീഡ് 0 കൊടുത്തു, അന്നേരം സിമ്പിൾ ഗിയർ ട്രെയിൻ ആയി. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഗിയറിന് നമ്മൾ സ്പീഡ് കൊടുക്കണം. തന്നിരിക്കുന്ന ഏതെങ്കിലും ഗിയർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എ എന്നുള്ളതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ സ്പീഡ് 1 കൊടുത്തു. അടുത്തതായിട്ട് എയും ബിയും തമ്മിലാണോ എയും സിയും തമ്മിലാണോ കണക്ഷൻ നോക്കുക. എയും ബിയും തമ്മിലാണ് കണക്ഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് NB/NA=TA/TB എഴുതാം. ഇത് രണ്ടും എക്സ്റ്റേണൽ ഗിയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ NB -NA/TA/TB. ആൻഡ് NA എന്നുള്ളത് +1 ആയതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ NB -TA/TB എന്ന് വരും. NB എത്രയാണോ അത്ര തന്നെയായിരിക്കും NC. സോ NC -TA/TB തന്നെയാണ് വരിക. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ND ആണ്. ND എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡിയും സിയും തമ്മിലാണ് കണക്ഷൻ. ഇത് ഇൻറ്റേർണൽ ഗിയേഴ്സുമാണ്. അതുകൊണ്ട് രണ്ട് സെയിം ഡയറക്ഷനിലാണ് മോഷൻ ചെയ്യുക. അതുകൊണ്ട് പോസിറ്റീവാണ് ഉണ്ടാവുക. അത് ഇപ്പോൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ND/NC TC/TD ആണ് ഗിയർ റേഷ്യോ. അല്ലെങ്കിൽ ND NC × TC/TD വരും. പോസിറ്റീവാണ് വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. കാരണം രണ്ടും ഇൻറ്റേർണൽ ഗിയേഴ്സാണ്. ND ഇനിയിപ്പോൾ NCൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ NC NB ആണ്. ദാറ്റ്സ് ഈക്വൽ ടു -NA × TA/TB ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ND -NA TA/TB × TC/TD. NA എന്നുള്ളത് 1 ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഇക്വേഷൻ വിൽ ബി ND -TA/TB × TC/TD. ഒന്നും ക്യാൻസൽ ചെയ്യാനില്ല, എല്ലാം വേറെ വേറെ ടേമാണ്. ഇനി നമുക്ക് NE കണ്ടുപിടിക്കാം. NE കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ NE/NB ശ്രദ്ധിക്കുക, ബിയും ഇയും തമ്മിലാണ് കണക്ഷൻ. അത് രണ്ടും ഇൻറ്റേർണൽ ഗിയേഴ്സ് ആണ്. സോ ഡയറക്ഷൻ വ്യത്യാസം ഉണ്ടാവില്ല. NE NB × TB/TE വരും. NBൻ്റെ ഇക്വേഷൻ നമുക്കറിയാം -NA TA/TB ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -NA TA/TB × TB/TE വരും. സോ ഫൈനൽ ഇക്വേഷൻ TBയും TBയും ക്യാൻസലായി പോകും. NA എന്നുള്ളത് 1 ആണെന്ന് പറയാം. NE -TA/TE എന്നുള്ളത് നമുക്ക് ഫൈനലായിട്ട് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എല്ലാ ടേമിനെയും x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് ടേമിൽ എല്ലാ ടേമിനെയും y കൊണ്ട് ആഡ് ചെയ്യണം. അന്നേരം ഫൈനൽ ഇക്വേഷൻ ഇതാണ് കിട്ടുക. നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് എൻ്റെ സ്പീഡ് 1000 തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ x + y = 1000 നമുക്ക് എഴുതാം. അതേപോലെ ഇൻ്റെ സ്പീഡ് NLS ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. E = 0 തന്നു കഴിഞ്ഞാൽ ഈ ഫൈനൽ ഇക്വേഷൻ വിൽ ബി 0 വരും. അതിൻ്റെ അകത്ത് നമുക്ക് TAയും TEയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y - x × 15/55 = 0 വരും. ഒന്നും കൂടി ആ ഇക്വേഷൻ മോഡിഫൈ ചെയ്താൽ y - 0.2727x = 0 വരും. അഥവാ നമുക്ക് ഈ ടേമിനെ റൈറ്റിലേക്ക് എടുത്താൽ y = 0.2727x എന്ന് കിട്ടും. വൈൻ്റെ സ്ഥാനത്ത് ആദ്യത്തെ ഇക്വേഷൻ NA എന്നുള്ള ഇക്വേഷനിൽ വൈൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.2727x + x = 1000 കിട്ടും. അതിനകത്ത് നമുക്ക് x കണ്ടുപിടിക്കാം. x കണ്ടുപിടിച്ചാൽ കറസ്പോണ്ടിങ്ലി വൈയും കണ്ടുപിടിക്കാം. ദാറ്റ്സ് ഈക്വൽ ടു x = 786 786 ആൻഡ് y = 214. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് സ്പീഡ് ഓഫ് ഡി ആണ്. ഡി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈയും എക്സും ടിഎയും TBയും TCയും TDയും എല്ലാം നമുക്ക് അറിയുന്നതാണ്. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പോസിറ്റീവ് കിട്ടിയതുകൊണ്ട് തന്നെ ND വിൽ ബി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ND വിൽ ബി 37.15 RPM. നമ്മൾ ഇനി അതിൻ്റെ ടോർക്കിൻ്റെ കാൽക്കുലേഷനാണ് ചെയ്യാൻ പോകുന്നത്. ടോർക്കിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എല്ലാ മൂവ്മെൻറ്റിൻ്റെയും ആൾജിബ്രിക് സം = 0 എടുക്കുകയാണ്. അതായത് MA+. ഞാൻ ടോർക്ക് എന്നുള്ളത് നൊട്ടേഷൻ M ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. T ഉപയോഗിച്ചാൽ ടീത്താണോ ടോർക്കാണോ എന്നുള്ള കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് M ഉപയോഗിച്ചു. MA+, MB+, MC+, MD+, ME+A എല്ലാത്തിൻ്റെയും കൂടി ടോർക്ക് = 0 വരും. അടുത്ത സ്റ്റെപ്പിൽ വേണ്ടത് ഇൻറ്റേർണൽ
പുറത്തേക്ക് കണക്ഷൻ ഇല്ലാത്തതെല്ലാം തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഡി എക്സ്റ്റേണൽ ആയിട്ടുള്ള മെഷീൻ സ്ലൈഡുമായിട്ട് കീ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ എ എന്ന് പറയുന്നതും ഡ്രൈവിംഗ് ഗിയറാണ്. ബാക്കി ആം എന്ന് പറയുന്നത് എയും ബി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, അഥവാ ഈ ഗിയർ ട്രെയിൻ്റെ ഉള്ളിലുള്ള കണക്ഷനാണ്. ബി എന്നുള്ളത് എയും ഇയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, അതുപോലെ സി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, ഈ ഗിയറിൻ്റെ ഉള്ളിലുള്ളതാണ്. അതുകൊണ്ട് ടോർക്ക് ഓഫ് ബി ഷുഡ് ബി 0. സി എന്ന് പറയുന്നത് ഡി യു ആയിട്ടും ബി യു ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് അതിൻ്റെ ഇതും 0 ആയി പോകും. ഇ എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല, ഇവിടെ വേറെ ഏതെങ്കിലും ഷാഫ്റ്റുമായിട്ട് കീ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു വ്യക്തമായ ഡാറ്റയും നമ്മളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കുന്നില്ല. അങ്ങനെ ഫൈനൽ ഇക്വേഷൻ വിൽ ബി എം എ, ഇത് മോട്ടറുമായിട്ട് കണക്ട് ആയിട്ടുള്ള എം എ പ്ലസ് എം ഡി, ഇത് ഡ്രിവൺ ആണ്, പ്ലസ് എം ഇ. അതാണ് ഞാൻ പറഞ്ഞത്, അനലസിനെ കുറിച്ചുള്ള ഡാറ്റ കറക്റ്റായിട്ട് തന്നിട്ടില്ല. ഇത് ഇൻറ്റേർണലായിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എം ഇ എന്നുള്ളത് നമുക്ക് 0 ആയിട്ട് എടുക്കാമായിരുന്നു. സോ അത് തരാത്തതുകൊണ്ട് നമ്മൾ എം ഇ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പവർ ലോസ് ഈക്വൽ ടു 0 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതായത് ഇക്വേഷൻ വിൽ ബി എം എ എൻ എ പ്ലസ് എം ഡി എൻ ഡി പ്ലസ് എം ഇ എൻ ഇ ഈക്വൽ ടു 0. നമ്മൾ നേരത്തെ ടോർക്കിന് ടി എന്നുള്ള നൊട്ടേഷനാണ് കൊടുത്തിരിക്കുന്നത്, കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അന്നേരം നമ്മൾ ഫൈനൽ ഇക്വേഷൻ ഇതായിരിക്കും. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇ എന്ന് പറയുന്ന അനലസ് ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ ഈക്വൽ ടു ഇ എൻ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ വിൽ ബി എം എ ഇൻറ്റു എൻ എ പ്ലസ് എം ഡി ഇൻറ്റു എൻ ഡി ഈക്വൽ ടു 0 കിട്ടും. മോട്ടറിൽ അപ്ലൈ ചെയ്യുന്ന ടോർക്ക് 100 ന്യൂട്ടൺ മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മോട്ടറിൻ്റെ സ്പീഡ് 1000 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എം ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എൻ ഡി ഈക്വൽ ടു 37.15 ആണെന്ന് ലാസ്റ്റ് ടാബുലാർ മെത്തേഡിൽ നമ്മൾ എൻ ഡിൻ്റെ വാല്യൂയും കണ്ടുപിടിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എം ഡി വിൽ ബി 2692 ന്യൂട്ടൺ മീറ്റർ. ടോർക്ക് കണ്ടുപിടിക്കാൻ ആകെ 2 ടേംസേ ആവശ്യമുള്ളൂ ശരിക്ക്, ഡ്രൈവിങ്ങും ഡ്രിവണും. അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഫോർമുലാസ് ഉപയോഗിച്ച് നമുക്ക് ഫൈനൽ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. ആൻഡ് താങ്ക് യു ഫോർ ദ വാച്ചിങ്. ആൻഡ് നെക്സ്റ്റ് നമുക്കിനി വരുന്നത് ഡിഫറൻഷ്യൽ ഗിയറാണ്. നമ്മളുടെ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം, ഓട്ടോമൊബൈൽസിൽ ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ട്. ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ എൻജിനിൽ വരുന്ന ഷാഫ്റ്റിന് പറയുന്ന പേരാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ആ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനുള്ള ടോർക്കിനെ നമ്മളുടെ വീലിലേക്ക്, ഇത് രണ്ടുമാണ് വീല്, ചുവന്ന കളറിൽ കാണിച്ചിരിക്കുന്നതും നീല കളറിൽ കാണിച്ചിരിക്കുന്നതും വീലാണ്. ഈ 2 വീലിലേക്ക് കൊടുക്കുന്ന ഡിവൈസാണ് ഡിഫറൻഷ്യൽ. ഓക്കെ, പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ അതൊന്ന് നേരെ കണക്ഷൻ പോകുന്നത് ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ എൻഡിലൊരു ഗിയർ ഉണ്ട്, ഒരു ബെവൽ ഗിയർ ഉണ്ട്. അതിൻ്റെ പേരാണ് പ്ലാനറ്റ് ഗിയർ, എപ്പിസൈക്ലിക് പ്ലാനറ്റ് ഗിയർ എന്ന് പറയും. ആ പ്ലാനറ്ററി ഗിയറിൻ്റെ അകത്ത് നേരെ കണക്ഷൻ വരുന്നത് ഫൈനൽ ഡ്രൈവ് സൺ ഗിയറിലേക്കാണ്. അഥവാ ഏറ്റവും വലിയ ഗിയറാണ് ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്ന സൺ ഗിയർ. ആ സൺ ഗിയറിൻ്റെ മുകളിൽ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും, ഡിഫറൻഷ്യൽ കാരിയർ എന്ന് അതിന് പറയാം. ഇതിൻ്റെ ചിത്രം കുറച്ചും കൂടി വ്യക്തമാവും. ഇതാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. അതിനകത്ത് നേരെ സൺ ഗിയറിലേക്ക് വന്നു. സൺ ഗിയറിൻ്റെ 2 സൈഡിലൊരു എക്സ്റ്റൻഷൻ ഉണ്ട്, അതാണ് ഡിഫറൻഷ്യൽ കാരിയർ. ആ ഡിഫറൻഷ്യൽ കാരിയറും പിനിയൻ ഗിയറും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ മഞ്ഞ കളറിലാണ് പിനിയൻ ഗിയർ, ഡിഫറൻഷ്യലിൻ്റെ കാരിയറാണ് ചോപ്പിൽ എക്സ്റ്റൻഷനായിട്ട് കാണുന്നത്. അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വീലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള 2 ഗിയേഴ്സ്, സൈഡ് ഗിയർ എന്ന് അതിന് പറയാം. ഇവിടെ ചുവപ്പ് കളറിലും ഇപ്പുറത്തെ ഒരു ഇളം നീല കളറിലും കൊടുത്തിരിക്കുന്ന ഈ 2 ഗിയേഴ്സാണ് ഇതും ഇതും. അതിനകത്ത് ഈ ചുവപ്പ് ഗിയറാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്, നീല ഗിയറാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതിൻ്റെതൊക്കെ മോഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും 2 സൈഡിലേക്കും. നമുക്ക് ആവശ്യമുള്ള സ്പീഡിൽ ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കാനും എല്ലാം സാധിക്കും ഡിഫറൻഷ്യലിൽ. പൊതുവെ ഈ ഡിഫറൻഷ്യലിൻ്റെ ആവശ്യം ഒരു കർവെൽ എടുക്കുന്ന സമയത്ത്, വണ്ടി ഒരു കർവ് എടുക്കുന്ന സമയത്ത് ഔട്ടർ വീല് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യണം, ഇന്നർ വീല് ലോക്ക് ചെയ്തിടണം, അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറൻഷ്യൽ ഗിയേഴ്സ് ചോദിക്കുക. ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യനിലും 10 മാർക്കിന് സ്ഥിരമായി ചോദിച്ചിരിക്കുന്നതാണ് ഡിഫറൻഷ്യൽ ഗിയേഴ്സ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക.
അതിൻ്റെ മോഷൻ ഒന്നും കൂടി പറയാണ്. പ്രൊപ്പല്ലർ ഷാഫ്റ്റാണ് പച്ചേൻ്റെ അകത്ത് നേരെ നീല കളറിലുള്ള സൺ ഗിയറിലേക്ക് മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യും. അത് ഡിഫറൻഷ്യൽ കാരിയർ ഇവിടെ നിന്നുള്ളൊരു എക്സ്റ്റൻഷൻ, നീല കളറിലെ എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ത്രൂ പിനിയൻ ഗിയേഴ്സിലേക്ക് വരും. ആ പിനിയൻ ഗിയേഴ്സും അതുപോലെ സൈഡ് ഗിയറും സൈഡ് ബെവൽ ഗിയറും തമ്മിൽ എൻഗേജ്ഡ് ആണ്. അത് ത്രൂ ഫൈനൽ മോഷൻ 2 ഷാഫ്റ്റ് കിട്ടും. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചിത്രമാണ് ഇത്. ഇത് നമുക്ക് എക്സാമിന് വരക്കാൻ പറ്റണം. ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി കടന്നു പോകുന്നതല്ലാണ്ട് ഇത് തമ്മിൽ ഡയറക്റ്റ് ലിങ്കൊന്നുമില്ല. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നീല ഗിയറും ചുവപ്പ് ഗിയറും തമ്മിൽ ഒരു ഗ്യാപ്പ് അവിടെ എപ്പോഴും ഉണ്ട്. അതിൻ്റെ നോട്ട്സാണിത്. നല്ല ശരിക്കും റീഡ് ചെയ്യുക. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അതിൻ്റെ വർക്കിംഗ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു നോട്ടായിട്ട് എക്സ്ട്രാ ആയിട്ട് എഴുതി ചേർക്കണം. താങ്ക് യു.